നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും ദൈവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും എല്ലാം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങളും മാറിയില്ലെങ്കിലും, ഒരു സാഹചര്യത്തിലും മാറ്റമുണ്ടായില്ലെങ്കിലും ആനന്ദിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണം. അപ്പോൾ അർത്ഥപൂർണമായിട്ടുള്ള മീനിങ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. അതുണ്ടാകണമെങ്കിൽ നമ്മളുടെ ജീവിതം ഉയർത്തുന്ന ചലഞ്ചുകൾ നമ്മൾ നേരിടണം, ഒളിച്ചോടരുത്. ബുദ്ധിമുട്ടുകളെ സഹിക്കണം. ത്യാഗത്തിന്, കഷ്ടപ്പാടിന് വിലയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഷ്ടപ്പെടുന്നത് അതിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണതകൾ നമ്മൾ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്കറിയാം, കഷ്ടത നമ്മളെ വിശുദ്ധീകരിക്കും. കഷ്ടത നമ്മളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. അതുപോലെ തന്നെ കഷ്ടത നമ്മളെ ദൈവവുമായിട്ട് കൂടുതൽ ഐക്യപ്പെടുത്തും. സുഖലോലുപം നിറഞ്ഞ ഒരു ജീവിതം അത് എപ്പോഴും ലോകവുമായിട്ട് നമ്മളെ കൂടുതൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കഷ്ടത നമ്മളെ ദൈവവുമായിട്ട് കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പൂർണ്ണതയുള്ളവരായി തീരുവാനാണ്. കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ആനന്ദമുള്ള മനുഷ്യരായി തീരാനാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിലേക്കാണ്, സന്തോഷത്തിലേക്കല്ല. ബെനഡിക്ട് 16 പാപ്പ ഒരിക്കലും ഇങ്ങനെ പറയുണ്ടായി, ലോകം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് സന്തോഷമാണ്, എന്നാൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയല്ല, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് മഹത്വത്തിന് വേണ്ടിയാണ്, ഗ്രേറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഗ്രേറ്റ്നെസ് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ത്യാഗത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ തയ്യാറാകണം. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം മഹത്വമുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ കുരിശുകൾ വഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ്. മഹത്വമുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നത് വേദനിക്കാനുള്ള, സ്നേഹത്തെ പ്രതി ത്യാഗം സഹിക്കാനും ഒക്കെ നമുക്ക് മനസ്സുണ്ടാകുമ്പോഴാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നഷ്ടബോധം പാടില്ല. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ സുഖമൊന്നും അനുഭവിക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ ജീവിതം ഒത്തിരി അലച്ചിലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടു പോയി എൻ്റെ ജീവിതത്തിൽ നിന്ന് ചിന്തിക്കരുത്. ആ ജീവിതത്തിന് വാല്യൂ ഉണ്ട്. ആ ജീവിതത്തെ സന്തോഷപൂർവ്വം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നിൻ്റെ നിരാശ മാറി നിനക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം നിന്നെ നയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് 21-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ അടിച്ചു പൊളിച്ചുള്ള ജീവിതം, സുഖലോലുപതയിലുള്ള ജീവിതം മനസ്സിനെ ദുർബലമാക്കും. അത് ജീവിതത്തിൻ്റെ റിയാലിറ്റിയെ ഫേസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതാക്കിയേക്കാം. അത് കരുത്തില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് കാരണമായിട്ട് തീരും. അതുകൊണ്ട് സുഖലോലുപതയും മദ്യാസക്തിയും നമ്മുടെ ജീവിതത്തെ ദുർബലമാക്കുമെന്നുള്ള സത്യം ഈശോ ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പം അതുകൊണ്ട് മറ്റൊന്ന്, ഈ സുഖലോലുപതയുള്ള ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണ്? അവർ ജീവിക്കുന്നത് ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടങ്ങൾ സാധിക്കുന്ന ഒരു ജീവിതം, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളെ ദുർബലരാക്കും. ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക വ്യക്തിത്വം കരുത്തുറ്റതായിത്തീരുന്നത്. നമുക്കറിയാം, സഭ നമുക്ക് നോമ്പ് കാലങ്ങൾ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ഈസ്റ്ററിന് ഒരുക്കമായും ക്രിസ്തുമസിന് ഒരുക്കമായും നമുക്ക് നോമ്പുകളുണ്ട്. 15 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, 3 നോമ്പുണ്ട്. ഇതെല്ലാം വളരെ ഗൗരവമായി നമ്മൾ സമീപിക്കേണ്ട ദിവസങ്ങളാണ്. നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ജഡത്തിൻ്റെ ആസക്തികളെ നിഷേധിക്കാൻ മാത്രം ലോകവുമായിട്ടുള്ള അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകൾ ഉപേക്ഷിക്കാനും ദൈവവുമായിട്ടുള്ള കണക്ഷൻ ക്രമപ്പെടുത്താനും
സഭ തരുന്ന വലിയൊരു അവസരമാണ്. അങ്ങനെ കർത്താവുമായിട്ടുള്ള കണക്ഷൻ ശരിയാകുമ്പോൾ നമുക്ക് ആനന്ദമുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ആസക്തികളിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആത്മീയമായിട്ട് വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫലദായകമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സുഖലോലുപതയുള്ള ജീവിതം ഉപേക്ഷിക്കണം. ആഡംബര ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. അലസത നിറഞ്ഞ ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. ഉഴപ്പുന്ന ജീവിതം നമ്മൾ ഉപേക്ഷിക്കണം. അധ്വാനിക്കുന്ന, കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആളുകൾ, ദൈവം വിളിക്കുന്നവരെയൊക്കെ നോക്കിക്കോ, അവരൊക്കെ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരായിരിക്കും. ചിലർക്ക് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം ചിലരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് ദൈവം ചിലരെ ഉപയോഗിക്കുന്നില്ല, മനസ്സുണ്ട് ആഗ്രഹിച്ചിട്ടും. അതിൻ്റെ എല്ലാം ഒരു കാരണം ഇതാണ്, കഷ്ടപ്പെടാനുള്ള മനസ്സ്. കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കിടക്കാത്തവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഭൗതിക ജീവിതത്തിലാണെങ്കിലും കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ തയ്യാറാകണം. സുഖകരമായതിനെ ഉപേക്ഷിക്കണം, മഹത്വം നിറഞ്ഞൊരു നാളേക്ക് വേണ്ടി. ഇന്ന് സുഖിച്ച് ജീവിക്കുന്നവർക്ക് മഹത്വം നിറഞ്ഞൊരു നാളെ ഉണ്ടാകുകയില്ല. മഹത്വം നിറഞ്ഞ നാളെ ഉണ്ടാകണമെങ്കിൽ ഇന്ന് കുരിശുകൾ വഹിക്കണം. കുരിശിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ഭാവി ജീവിതം ഒരു മഹത്വമുള്ള ജീവിതമായിട്ട് മാറണം. ദൈവത്തിൻ്റെ ആനന്ദമാണ് എനിക്ക് വേണ്ടത്. ഈ ലോകത്തിൻ്റെ വില കുറഞ്ഞ സന്തോഷത്തിൻ്റെ പിന്നാലെ ഞാൻ ഓടുകയില്ല.